ജി ഡി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിസിക്സ് എന്നൊരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ന്യൂട്ടൺ ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് പോകുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ആവശ്യമുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റൻ ആണ്, എ കാർ ആക്സിലറേറ്റ്സ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് ഫ്രം റെസ്റ്റ് ടു എ സ്പീഡ് ഓഫ് 180 km/h. ഒരു കാർ റെസ്റ്റിലാണ്, റെസ്റ്റുള്ള കാർ ആക്സിലറേറ്റ് ചെയ്തിട്ട് അതിന്റെ സ്പീഡ് 180 km/h ആണ് വരുന്നത്. അത് എത്ര സമയം കൊണ്ടാണ് വരുന്നത്? 25 സെക്കൻഡ് കൊണ്ടാണ് 180 km/h ആവുന്നത്. Find the distance covered by the car during the interval. ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് CBSE, ICSE, അതുപോലെ തന്നെ BSc ഫിസിക്സ് ഇങ്ങനെയൊക്കെയുള്ള ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്കും ഈ ചോദ്യം ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കണ്ടോ 180 km/h എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഭൂരിഭാഗം ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, കാരണം ഇവിടെ സെക്കൻഡ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 180 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാറ് പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി ആണ് ഈ പറയുന്ന 180 km/h. 180 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 180 × 580 ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാണ് 580 ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. നമുക്ക് km/h നമ്മൾ കൺവേർട്ട്, ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഒരു അവർ എന്ന് പറയുന്നത് 1660 സെക്കൻഡ്സും ആണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10/36. അത് നമ്മൾ ചെറുതാകുമ്പോൾ 5/18 എന്ന് കിട്ടും. ഓക്കെ, ഇനി 5/18 കൊണ്ട് 180 × 5/18 50 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് v കിട്ടുക. t 25 സെക്കൻഡ്സ് ആണ്. നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? അപ്പൊ ഇത്രയും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എന്താ കാണുന്നത്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? v² u² + 2as. കാരണം എന്താ, ഇവിടെ v അറിയാം, u അറിയാം, t യും അറിയാം. പക്ഷെ ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ut + ½ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. രണ്ടിനും നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ ആക്സലറേഷൻ a = v - u/t. അപ്പൊ a = 50 - 0/25. സോ 50/25 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതാണ് ആക്സലറേഷൻ നമുക്ക് കിട്ടുക. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ കിട്ടുക. ഓക്കെ, ഇനി ആക്സലറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v എന്ന് പറയുന്നത് 50 ആണ്. 50² = 0² + 2 × a എന്ന് പറയുന്നത് 2 ആണ്. 2 × 2 × s എത്രയും നമുക്ക് റിലേഷൻ അങ്ങനെ തന്നെ എഴുതി. 50യുടെ സ്ക്വയർ 2500 = 0 + 2 × 2 4s കിട്ടും. അപ്പൊ 2500 = 4s കിട്ടും. 4s = 2500 കിട്ടും. അപ്പൊ s എന്ന് പറയുന്നത് 2500/4 625 മീറ്റർ. വളരെ എളുപ്പമാണ്. ഒരു കാൽക്കുലേറ്ററിന്റെ സഹായം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. 2504 625 എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. മറ്റു വീണ്ടും കാണാം.